ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കോഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അതായത് +2 ഏത് സ്ട്രീമിൽ പഠിച്ച ഒരു കുട്ടിക്കും എടുക്കാവുന്ന IIT മദ്രാസിൽ ഓൺലൈനായിട്ട് ഒരു ഡിഗ്രി ചെയ്യാനുള്ള അവസരം, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 4-year ബാച്ചിലർ ഓഫ് സയൻസ് ഡിഗ്രി ഇൻ ഡാറ്റ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് കോഴ്സിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കോളേജ് അഡ്മിഷൻ്റെ ഒക്കെ സമയമാണ് അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്, ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന സബ്ജക്റ്റുകൾ ഓൺലൈനായി എല്ലാ കുട്ടികളിലേക്കും എത്തിക്കുക എന്നുള്ള രീതിയിൽ വന്നൊരു കോഴ്സാണ് ബാച്ചിലർ ഓഫ് സയൻസ് ഡിഗ്രി ഇൻ ഡാറ്റ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ളത്. ഇനി ഈ ഒരു കോഴ്സ് ഫൗണ്ടേഷൻ ലെവലിൽ സ്റ്റോപ്പ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ഡിപ്ലോമ ലെവലിൽ സ്റ്റോപ്പ് ചെയ്യാം, BSc ഡിഗ്രി ലെവലിൽ വരെ എത്തിക്കാം. ഇനി ഓരോ കോഴ്സ് കഴിയുന്നതിനും ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റേതായ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതാണ്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടിക്ക് ഒരു ജോബ് അറ്റൻഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ ഇതുപോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കറിയാം, IIT മദ്രാസിനെ പോലുള്ള അത്രയും വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി JEE ക്രാക്ക് ചെയ്യാതെ എങ്ങനെ IITയിൽ പഠിക്കാം, ഇപ്പോൾ ഏത് സ്ട്രീമിലും പഠിക്കുന്ന കുട്ടിക്ക് +2-ന് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് തന്നെ ആവട്ടെ, പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് IIT പഠിക്കുക എന്നുള്ള അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ ഒരു കോഴ്സിനെ കൊണ്ട് സാധിക്കും. ഇത് ഓൺലൈനായിട്ടാണ് ക്ലാസ്സുകൾ നടക്കുക. ഇപ്പോൾ 10th മാത്സ്, ഇംഗ്ലീഷ് എല്ലാവരും തന്നെ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം എല്ലാ കുട്ടികൾക്കും ഈ ഒരു കോഴ്സിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ ഒരു ഹൈബ്രിഡ് പ്രോഗ്രാം കൈകാര്യം ചെയ്യാൻ ധാരാളം ഓൺലൈൻ ഫാക്കൽറ്റീസ്, വിവിധ IITകളിൽ നിന്നുള്ള ഓൺലൈൻ ഫാക്കൽറ്റീസാണ് ഇവർക്ക് ക്ലാസ് എടുക്കുന്നത്. ഇവർ ഏത് സ്ട്രീമിൽ നിന്ന് വന്ന കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്തെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. എല്ലാ മാസങ്ങളിലും എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഈ എക്സാമുകൾ കുട്ടികൾ IITയിൽ തന്നെ പോയി ചെയ്യേണ്ടതാണ്. മാത്രമല്ല ഇത് പെട്ടെന്നങ്ങ് ക്രാക്ക് ചെയ്യാമെന്നൊന്നും വിചാരിക്കേണ്ട, കുറച്ച് ടഫാണ്. എങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ SSLC കഴിഞ്ഞ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റാതെ വരികയോ ഒക്കെ ചെയ്ത കുട്ടികൾക്ക് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു JEE ക്രാക്ക് ചെയ്യാതെ തന്നെ നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിറങ്ങാനുള്ള ഒരു അവസരം ഏത് സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികൾക്കും കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെറിറ്റ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷന് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 2024 ബാച്ചിലേക്കുള്ള ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 15 ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും. ഇതിനൊരു എക്സാം ഉണ്ട്. ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എൻട്രി എക്സാമാണ്, ഒക്ടോബർ 27 ആ എക്സാം ക്രാക്ക് ചെയ്യുന്നതോടുകൂടിയാണ് അവർ ഫൗണ്ടേഷൻ ലെവലിലേക്ക് കടക്കുന്നത്. ഇതിന് 4 ഇയേഴ്സാണ്. 4 ഇയർ പ്രോഗ്രാമിൽ ഫസ്റ്റ് ഇയർ ഫൗണ്ടേഷൻ ലെവലാണ്. രണ്ടാമത്തെ വർഷം, അതായത് ഫൗണ്ടേഷൻ ലെവലിൽ 8 കോഴ്സസ് ഉണ്ടാവും. ഈ 8 കോഴ്സസിൽ അവർ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഫൗണ്ടേഷൻ ലെവൽ അവർ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ ലെവലിൽ, അതായത് ഡിപ്ലോമ ലെവലിൽ 12 കോഴ്സസ് ഉണ്ട്. ഇത് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഡിഗ്രി ലെവലിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡിഗ്രി ലെവലെത്തുമ്പോൾ അവർക്ക് 10 കോഴ്സസ് ഉണ്ട്.
ഇങ്ങനെ ഇത്രയും ലെവലുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ BS ലെവലിലേക്ക് അവർ എത്തുന്നത്. അപ്പോൾ ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും, അതായത് ഫൗണ്ടേഷൻ ലെവൽ കംപ്ലീറ്റ് ചെയ്താൽ അതിന് അവർക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നല്ല കമ്പനികളിൽ ജോലി അറ്റൻഡ് ചെയ്യാൻ കഴിയും. പിന്നെ ഓരോ വർഷത്തെ കോഴ്സ് കഴിയുമ്പോഴും അവരുടെ എക്സാമിനോടൊപ്പം തന്നെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വൈവയെ അവർക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അവരെ അഡ്മിഷൻ കിട്ടുന്നതോടുകൂടി അവരുടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ സ്റ്റാർട്ടാവും. അങ്ങനെ 4 ആഴ്ച ക്ലാസ് കഴിയുന്നതോടുകൂടി എക്സാം ഉണ്ടാവും. അതായത് എല്ലാ മാസവും എക്സാം ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തെ എക്സാം, അതായത് അവർ ആപ്ലിക്കേഷൻ കൊടുത്ത് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ 4 ആഴ്ച കഴിയുമ്പോൾ നടക്കുന്ന എക്സാമോട് കൂടി അതിൽ 50% അവർ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് പൂർണ്ണമാവും. ഇനി 4 വർഷം ഇവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഓരോ ലെവലിൽ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അവർക്ക് കരസ്ഥമാക്കാം. 4 വർഷം അവർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ IIT മദ്രാസിൻ്റെ ഡിഗ്രിയുടെ ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടുന്നതാണ്. ഇതോടൊപ്പം അവർക്ക് വേണമെങ്കിൽ ഏത് ഓഫ്ലൈൻ ഡിഗ്രിയും ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെറിറ്റ്. അപ്പോൾ ഒരേ സമയം 2 ഡിഗ്രികളെ IIT മദ്രാസിൻ്റെ ഡിഗ്രി നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഓഫ്ലൈനായിട്ട് ക്ലാസ്സിൽ പോയിട്ട് ഒരു ഡിഗ്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും സാധിക്കും. ഇതിൻ്റെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അതിന് മന്ത്ലി വെറും 6500 രൂപ മാത്രമാണ് മന്ത്ലി കോസ്റ്റ് ആയിട്ട് വരുന്നത്. എന്നാൽ 50% റിഡക്ഷൻ ഉണ്ട്, 50% ഇളവ് കൊടുക്കുന്നുണ്ട്. ആർക്ക്? ഫാമിലി ഇൻകം ലെസ് ആയിട്ടുള്ളവർക്ക് 50% ഫീസ് ഇളവും അനുവദിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു കോഴ്സ് കഴിയുന്നതോടുകൂടി ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ആ കുട്ടികളെ തേടി വരികയാണ്. കാരണം ധാരാളം ഇത്തരം കോഴ്സുകൾ കഴിഞ്ഞ ധാരാളം